നരേന്ദ്രമോദിയെ ടെമ്പോയിൽ കയറ്റി രാഹുൽ ഗാന്ധി. മോഡിയെ ടെമ്പോയിൽ ആരാണ് പണമെത്തിച്ചത്? മഹാരാഷ്ട്രയിലെ പണവിതരണ ആരോപണത്തിൽ മോഡിക്കെതിരെ നിലപാട് കടുപ്പിച്ച് രാഹുൽ ഗാന്ധി. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പ് വോട്ടർമാർക്ക് പണവിതരണം നടത്താൻ ശ്രമിച്ചു എന്ന ആരോപണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ആരാണ് പൊതുജനങ്ങളുടെ പണം കൊള്ളയടിച്ച് ടെമ്പോയിലെത്തിച്ചത് എന്ന് രാഹുൽ ചോദിച്ചു. എക്സിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. BJP ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. വിരാറിലെ ഒരു ഹോട്ടലിലേക്ക് വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ വിനോദ് താവ്ഡെ 5 കോടി രൂപ എത്തിച്ചു എന്നാണ് ഹിതേന്ദ്ര താക്കൂറിന്റെ നേതൃത്വത്തിലുള്ള ബഹുജൻ വികാസ് അഘാഡി ആരോപിച്ചത്. ഇതിനെ സാധൂകരിക്കുന്ന ചില വീഡിയോ ദൃശ്യങ്ങളും ബഹുജൻ വികാസ് അഘാഡി പുറത്തുവിട്ടിരുന്നു. ഈ സംഭവത്തിലാണ് രാഹുൽ മോഡിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. മോഡിജി, ഈ 5 കോടി ആരുടെ സേഫിൽ നിന്നാണ് വന്നത്? ആരാണ് പൊതുജനങ്ങളുടെ പണം കൊള്ളയടിച്ച് നിങ്ങളെ ടെമ്പോയിൽ അയച്ചത്? രാഹുൽ ഗാന്ധി ചോദിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസ് ചങ്ങാത്ത മുതലാളിത്തത്തെക്കുറിച്ച് മൗനം പാലിക്കുന്നുവെന്ന് മോഡി ആരോപിച്ചിരുന്നു. കോൺഗ്രസിന് ടെമ്പോയിൽ പണം എത്തിച്ചു നൽകിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് രാഹുലിന്റെ കിടിലൻ മറുപടി. അതേസമയം BJP നേതാക്കളിൽ നിന്നാണ് പണം കൈമാറ്റം നടന്നെന്ന വിവരം തനിക്ക് ലഭിച്ചത് എന്ന് ഹിതേന്ദ്ര താക്കൂർ അവകാശപ്പെട്ടു. അദ്ദേഹത്തെ പോലെ ഒരു ദേശീയ നേതാവ് ഇത്തരമൊരു കാര്യം ചെയ്യുമോ എന്ന് തനിക്ക് സംശയമുണ്ടായിരുന്നു എന്നും എന്നാൽ താവ്ഡെയെ താൻ ഹോട്ടലിൽ കണ്ടു എന്നും താക്കൂർ പറഞ്ഞു. അതേസമയം താവ്ഡെ ആരോപണം നിഷേധിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്വേഷണത്തിന് തയ്യാറാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നലസോപാരയിലെ MLA-മാരുടെ യോഗം നടക്കുകയായിരുന്നു. BVA പ്രവർത്തകർ അപ്പ ഠാക്കൂറും ഷിജിത്തും കരുതി ഞങ്ങൾ പണം വിതരണം ചെയ്യുകയാണെന്ന്. അങ്ങനെയെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും ഇക്കാര്യം അന്വേഷിക്കട്ടെ, താവ്ഡെ വെല്ലുവിളിച്ചു. അതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് 2 FIR-കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ വസായി പൂർണിമ ചൗഗലെ പറഞ്ഞു. BJP ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകർ ഹോട്ടലിലുണ്ടായിരുന്നു. കുറച്ച് പണവും കുറച്ച് ഡയറികളും ഇവിടെ നിന്ന് കണ്ടെടുത്തു. 2 FIR-കൾ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. നിയമവിരുദ്ധമായി പത്രസമ്മേളനം നടത്തിയതിന് 3ാമത്തെ FIR-ഉം രജിസ്റ്റർ ചെയ്യും, പോലീസ് വ്യക്തമാക്കി. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് BJP MP-യും ദേശീയ വക്താവുമായ സുധാൻഷു ത്രിവേദി പറഞ്ഞു. MBAയുടെ അവസാന ശ്രമം എന്ന നിലയിൽ വ്യാജ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. വിനോദ് താവ്ഡെ വോട്ടെടുപ്പ് സംബന്ധിച്ച് പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകാനാണ് പോയത് എന്നും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തെളിവ് വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.